ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളി ഗൈസ്. അത് നമ്മുടെ കൊല്ലം. തലവേദന കാരണം വയ്യ, തല പൊട്ടിപ്പോന്നു ഗൈസ്. എന്റെ മമ്മിയെ കണ്ട് ഗൈസ്. മമ്മി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ ഈ അവസ്ഥയിലായി പോയി. ഹലോ ഗൈസ്, ആദ്യം തന്നെ എല്ലാവരുടെ അടുത്തും ഒരു സോറി പറഞ്ഞിട്ട് തുടങ്ങുന്നത്. കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചത് ഫെബ്രുവരി 10 ഇന്ന് ഡേറ്റ് മാർച്ച് 3. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം എടുത്തു ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇവർ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു മടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഒരു ദിവസം ഉച്ചയ്ക്ക് നന്ദുവിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുക്കു നമ്മളിങ്ങനെ ഒരിടത്ത് പോകുന്നു. ഞാൻ പറഞ്ഞു ഇല്ല എന്നാ വരുന്നില്ല. അന്നേരം പിന്നെ ഞാൻ പറഞ്ഞു വന്നേ പറ്റൂ വരണം എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അണ്ണാ എനിക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അഖിൽച്ചേട്ടനെ വിളിച്ച് ചോദിച്ചാൽ അഖിൽച്ചേട്ടൻ പറഞ്ഞു പൊക്കോളാൻ. അഖിൽച്ചേട്ടനെ പിന്നെ ഞാൻ എവിടെ വിളിച്ച് ചോദിച്ചാലും അഖിൽച്ചേട്ടൻ എൻ്റെ അടുത്ത് പറയും പൊക്കോളാനേ പറയത്തുള്ളൂ കേട്ടോ. ചില ഭർത്താക്കന്മാരെ പോലെ ഭർത്താവിന് എവിടെ വേണമെങ്കിലും പോകാം, ഭാര്യയ്ക്ക് എങ്ങും പൊക്കൂടാ, വീട്ടിൽ തന്നെ അടച്ചുകൂട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് പോകണം, എങ്ങും കറങ്ങാൻ പോകരുതെന്നുള്ള ചില ഭർത്താക്കന്മാരുടെ മാത്രം ആഗ്രഹങ്ങൾ ഞാനിങ്ങനെ അറിയുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ തന്നെ എടുത്തു പറയാനിരിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഇത് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്ന് വിചാരിക്കും. എന്തായാലും അറിഞ്ഞതിലും കേട്ടതിലും വളരെ വളരെ സന്തോഷം. പിന്നെ ഞങ്ങളുടെ ഈ യാത്ര കണ്ട് കുറേ പേര് അസ്വസ്ഥരാകുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. അസ്വസ്ഥരാകുന്നവർ അവിടെ ഇരുന്ന് അസ്വസ്ഥരായിക്കോളൂ. ഞങ്ങൾ ഇങ്ങനെ സൈഡിൽ കൂടി ഇരുന്ന് ഒന്ന് ചെറുതായിട്ട് കറങ്ങിയൊക്കെ ഒന്ന് സ്ഥലങ്ങളൊക്കെ കാണട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഓൺ വോയിസ് ഉണ്ട്. ഇത് ഇത്ര കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് കൊണ്ടാണ് കേട്ടോ അത് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് അറിഞ്ഞതിലും കേട്ടതിലുമൊക്കെ. നിങ്ങളെല്ലാവരും എന്നെ ഇഷ്ടമല്ലെങ്കിലും എൻ്റെ എല്ലാ വീഡിയോയും കറക്റ്റായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ കൂടി തന്നെ എൻ്റെ എന്താ പറയുന്നത് പ്രതിഷേധം ഞാൻ ഇതിൽ കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഗൈസ് നമ്മൾ എവിടെ പോയിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ അവനാടുള്ള ഒരു ഷാപ്പിലോട്ടാണ് കേട്ടോ. കറക്റ്റ് സ്പോട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഇല്ലെങ്കിൽ ഇതിനകത്ത് ഈ ലൊക്കേഷൻ പറ്റുമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ആർക്കെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് നോക്കി. അടിപൊളിയാണ് ഗൈസ്. പണ്ട് ഞാൻ വഞ്ചി പോയിട്ടുള്ളത് മൺട്രോയിൽ ഇവരുടെ കൂടെ പോയിട്ടുള്ളപ്പോഴാണ്. അതിനു മുമ്പ് ഞാൻ എന്നാ വഞ്ചി കയറിയെന്ന് വിചാരിച്ചാൽ പണ്ട് കാട്ടിൽ മേക്കത്തിൽ അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് വഞ്ചി പോകണ്ടേ, അങ്ങനെയാണ് പോയിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് അരുണണ്ണനാണ്. എല്ലാ വീഡിയോ എടുത്തു തരുന്ന അരുണണ്ണനാണ്. കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നീ ഇങ്ങനെ പോകുന്നു എന്താ അഖിലിന് ഇഷ്ടമാണോ, ആ ചെറുക്കൻ സഹിച്ചിട്ട് നിൽക്കുമല്ലയോ എന്നൊക്കെ പറയും. എല്ലാവരും കൂടെ വന്ന് അഖിൽച്ചേട്ടനെ ഒരു സഹതാപ ക്യാരക്ടറും ഞാൻ എന്തോ ഒരു ഫീഗരി എന്നുള്ള രൂപത്തിലും ആക്കി വെച്ചേക്കുവാണ്. സത്യം പറഞ്ഞാൽ അതെനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ പാവത്തെ പോലെ ഇരിക്കുന്നേക്കാളും നല്ലത് എന്തെങ്കിലും ഫീഗരിയാന്ന് പറഞ്ഞാൽ പിന്നെ ആരും നമ്മളെ അടുത്ത് ഇങ്ങോട്ടൊന്നും ചൊറിയാൻ വരത്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ പാവത്തിനേക്കാളും നന്നായിട്ടിരിക്കുന്നത് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിന് മറുപടി അവരുടെ കണ്ണി നോക്കി തന്നെ പറയാൻ പഠിക്കണം എന്നുള്ള കാര്യത്തിലാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നു എന്ന് എനിക്ക് മനസ്സിലാവും. സാധാരണ എൻ്റെ വ്ളോഗായിട്ട് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് ഈ വ്ളോഗ് അങ്ങനെ ഒരു വ്ളോഗായിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം എൻ്റെ മനസ്സിലിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടി പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം എന്നെ ഇഷ്ടപ്പെടാത്തവരും എൻ്റെ സ്റ്റാറ്റസ് കാണാത്ത പല ആൾക്കാരും എൻ്റെ ഇതുപോലത്തുള്ള വ്ളോഗുകൾ കാണുന്നുണ്ടെന്നും ആ വ്ളോഗ് വഴി പല പരാതികൾ പലരിടത്തും പറയുന്നു എന്നും ഞാൻ അറിയുന്നുണ്ട്. നിങ്ങളുടെ വിചാരം നമ്മൾ പറയുന്ന ആരും അറിയുന്നില്ല കേൾക്കുന്നില്ല എന്നാണെങ്കിൽ തെറ്റി മക്കളെ തെറ്റി. നിങ്ങൾ പറയുന്നത് അവർ വേറൊരാൾക്കാരുടെ അടുത്ത് പറയാറുണ്ട്, ആ ആൾക്കാർ തിരിഞ്ഞ് വേറൊരാളടുത്ത് പറയും. അവരെങ്കിലും എങ്ങനെങ്കിലും ചുറ്റിപ്പറ്റി അതെൻ്റെ ചെവിയിൽ തന്നെ എത്തിക്കും കേട്ടോ. അതുകൊണ്ട് പറയുന്നവരൊക്കെ സൂക്ഷിച്ചു പറഞ്ഞോ. കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാം എൻ്റെ കാതിൽ ദൈവമായിട്ടോ ഇല്ലെങ്കിൽ ആൾക്കാർ വഴിയോ എത്തുന്നുണ്ട്. പിന്നെ ഞാൻ അതിനകത്ത് പ്രതികരിക്കാൻ നിന്ന് എനിക്ക് അതിനേ സമയം ഉണ്ടാവും. പറയുന്നവർ അവരെന്ന് പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ സൈഡിൽ കൂടെ അങ്ങ് വളർന്ന് അങ്ങ് പൊക്കോളാം. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾ ഇതൊന്നും കേട്ടൊന്നും വിചാരിക്കേണ്ട കേട്ടോ. കാര്യം ചിലവർക്ക് എനിക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാൽ അവർക്ക് എനിക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരത്തില്ല. അങ്ങനൊരു സ്വഭാവമാണ്. ഈ ഇടയ്ക്ക് കുറച്ച് ഒരു 2 ആഴ്ചയോളം ചില ഒരു പേഴ്സണൽ ഇഷ്യൂ കാരണം എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതും വളരെ സന്തോഷമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ടൊക്കെ വരാം. നമ്മളെന്തായാലും ഒരു ഷാപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അടിപൊളിയായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ ഇവരുടെ കൂടെ പോയില്ലായിരുന്നു.
ഞാൻ വളരെ വളരെ വളരെയേറെ എന്താ പറയുന്നത് അത് മിസ് ചെയ്തതിന്. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ എഴുതി ചേർക്കണം, ഇല്ലെങ്കിൽ എഴുതി ചേർക്കണം എന്നല്ല പറയാൻ ഉദ്ദേശിക്കുകയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ പല ആൾക്കാരും പറയപ്പെടുന്നത് അഖിലിന് അഥവാ എൻ്റെ ഭർത്താവിന് ഞാൻ ഇങ്ങനെയൊന്നും പോകുന്നത് ഇഷ്ടമല്ല എന്നാണ്. സത്യം പറഞ്ഞാൽ അഖിൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ ഇരിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്ത എൻ്റെ അഖിൽ ചേട്ടനാണ്. കാര്യം അഖിൽ ചേട്ടൻ എന്നെ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ കിടത്തി കിടക്കുന്ന തവളയെന്നാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങും പോകുന്നത് ഇഷ്ടമല്ല. അഖിൽ ചേട്ടനാണ് എന്നെ ഇങ്ങനെ ഇവിടെ വിടുന്നത്, അവിടെ പോയി ഇവിടെ പോകും. അഥവാ ഇവരുടെ കൂടെ പോയില്ലെങ്കിലും അഖിൽ ചേട്ടനായിരിക്കും ഇവരുടെ അടുത്ത് പറയുന്നത് അവളെയും കൂടെ കൊണ്ടുപോക്കോ വേണമെങ്കിൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എൻ്റെ അഖിൽ ചേട്ടൻ എന്നെ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാർ എൻ്റെ അഖിൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊന്നും വിടരുത് അഖിലേ, ഇന്നതുപോലെ ചെയ്യരുത് അഖിലേ, ഇങ്ങനെ ആൾക്കാരോട് ഡെയിലി ഇങ്ങനെയൊക്കെ വിട്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നേരമൊക്കെ അഖിൽ ചേട്ടൻ അവരുടെ അടുത്ത് പറഞ്ഞ മറുപടി എന്താണെന്ന് വിചാരിച്ചാൽ അവരവരുടെ സ്വാതന്ത്ര്യം ഇല്ലേ, അവരവരുടെ ഫ്രീഡം അല്ലേ എവിടെ പോകണം എന്നൊക്കെ, അല്ലാതെ വീട്ടിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് മുരടിച്ചിരിക്കുന്ന എന്തിനാ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ആ ഡയലോഗുകൾ എന്നെ കോരിത്തെരിപ്പിച്ചിട്ടുണ്ട്. സോറി ഗൈസ്, നേരത്തെ തെറ്റുപറ്റിപ്പോയതിന്. ഇനി ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. അപ്പം പറയുന്ന ആൾക്കാർ നിങ്ങൾ പറയാതൊന്നും ഇരിക്കേണ്ട കേട്ടോ. നിങ്ങളെ ഇഷ്ടം പോലെ വേണമെങ്കിലും എന്നെ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. അത് കേട്ട് എൻ്റെ തലയിൽ വന്ന് കുതിര കയറാൻ വരുന്ന ഭർത്താവേ ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ആളെയേ മാറിപ്പോയി ഗൈസ്. എന്തായാലും പറഞ്ഞവർക്ക് താങ്ക് യു. കാര്യം നിങ്ങളുടെ മുഖം മൂടികൾ എനിക്ക് അറിയാൻ പറ്റി. ഇല്ലെങ്കിൽ നിങ്ങൾ ആരൊക്കെയാണ് എൻ്റെ മുമ്പിൽ ചിരിച്ച് നിന്നിട്ട് എൻ്റെ ഭർത്താവിനോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ടാണ് താങ്ക് യു സോ മച്ച് ഗൈസ്. എന്തായാലും നമുക്ക് ഈ റിസോർട്ടിനെ കുറിച്ച് കൂടുതൽ പറയാം കേട്ടോ. ഈ റിസോർട്ടിൽ വരുന്നത് വഞ്ചിയിലാണ് ഗൈസ്. ഒരു ഇച്ചിരി ശകലം വരണം, കുറേ പേര് വന്നതായിരിക്കും കേട്ടോ. ഇത് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. സോറി, ഇത് ഓൺ വോയിസ് ഉണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ട് കേട്ടോ. കുറേ സംസാരം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് ഗൈസ്. അവിടുന്ന് ഒരു കയറുന്ന ഒരു എൻട്രി തന്നെ കാണാം, അടിപൊളിയാണ്. ആൻഡ് ഗൈസ്, ഇപ്പുറത്തെ സൈഡിൽ ഇവരെല്ലാവരും മീൻ വളർത്തുവാണ്. എന്ന് വെച്ചാൽ ഈ റിസോർട്ടിൻ്റെ ഓണർ അല്ലെങ്കിൽ ഇത് നോക്കി നടത്തുന്ന ആൾക്കാർ. ഇതാണ്ട് ഈ ഒരു സൈഡിൽ ഇവർ എന്താ പറയുന്നത് മീനൊക്കെ വളർത്തുവാണ്. എനിക്കത്ര ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടൊന്നും തോന്നിയില്ല. ഒരു ആവറേജ് അത്രയേ വരത്തുള്ളൂ. ഇതിനകത്ത് ഫുഡിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും പൈസ. അതുപോലെ ഒരു കാര്യം കൂടെ പറയണം, ഞാൻ അന്ന് ഈ യാത്ര പോയതിൻ്റെ അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ അഖിൽ ചേട്ടനെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് വിചാരിച്ചാൽ ഫെബ്രുവരി 27 കൃത്യമായിട്ട് ഞാൻ എൻ്റെ അഖിൽ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ലോഗും പുറകെ വരുന്നതായിരിക്കും കേട്ടോ. ഇവിടുത്തെ ഈ ഊണ് അടിപൊളിയാണ് ഗൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെന്ന് വിചാരിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് പുറത്ത് പോകുമ്പം ബീഫ് എന്ന് വെച്ചാൽ പത്തിരി അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും അധികം ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഞാൻ കഴിക്കത്തില്ലെന്നല്ല, ഞാൻ എല്ലാ വ്ളോഗിലും ഞാൻ കഴിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. പക്ഷേ എൻ്റെ പേഴ്സണൽ ഇഷ്ടം എന്ന് വിചാരിച്ചാൽ എനിക്ക് ചോറ് കഴിക്കുന്നതാണ് ഗൈസ്. പല ആൾക്കാർക്കും അതായിരിക്കും ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം ചോറ് കഴിക്കുന്നതാണ്. അപ്പം ഇവിടെ ചെന്നപ്പോൾ നന്ദുവണ്ണൻ എല്ലായിടത്തും എന്ത് വേണം എന്നൊക്കെ ചോദിച്ചു. ചേച്ചിയും അരുണണ്ണനും ഷമീർക്കും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കൊഞ്ച് റോസ്റ്റ് എന്നായിരുന്നു കേട്ടോ. എനിക്ക് കൊഞ്ച് റോസ്റ്റ് എന്ന് വിചാരിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കൊഞ്ച് റോസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടൻ കൊഞ്ച് തന്നെയാണ്. അവർ തന്നെ അവിടെ വളർത്തിയിട്ട് നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷമാണ് അവരത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് വരാൻ കുറച്ച് ലേറ്റുണ്ട്. ഏകദേശം ഒരു 1 hour, നമ്മൾ പറയുന്ന ഫുഡിനനുസരിച്ച് ഒരു 1 hour ഒക്കെ ലേറ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകാൻ വന്നപ്പോഴാണ് ഇതാണ്ട് ഈ ഒരു ഏരിയ കണ്ടോ, അടിപൊളിയാണ്. നമുക്ക് ഇതിലേക്ക് ഇറങ്ങി വരാം കേട്ടോ, ഇതിൻ്റെ അകത്തൂടൊക്കെ കേട്ടോ. അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. ഞാൻ എൻ്റെ അടുത്തുണ്ടാണ് നമുക്ക് ഇതിലേ ഇങ്ങനെ കറങ്ങി വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വെച്ച് എത്ര ഫോട്ടോ എടുത്തിട്ട് എനിക്ക് മടുക്കുന്നില്ലായിരുന്നു. അത്ര അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് അണ്ണൻ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്ന. പക്ഷേ മിസ്സായിരുന്നെങ്കിൽ എനിക്കത് ഭയങ്കര നഷ്ടമായേനെ. ഒരു അടിപൊളി സ്ഥലം കണ്ടു കഴിച്ച് എന്ത് ഭംഗിയാന്ന് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല ഫുഡല്ലായിരുന്നു അണ്ണ, സൂപ്പർ ഫുഡായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു. ഞാൻ കറി ചൂടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നന്ദോട്ടം വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നില്ലെന്ന് പറഞ്ഞു. അതിനപ്പോൾ വാ നമുക്ക് പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അതാ സൂപ്പർ സ്ഥലം ഗൈസ്. നല്ല രസമായിരുന്നു, ഭയങ്കര നല്ല രസം. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡല്ലായിരുന്നു ചേച്ചി, നല്ല ഫുഡായിരുന്നു. ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെ എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന ഫുഡ് അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെങ്കിലും കാണിക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞമ്മ പുറത്താണ്. കുഞ്ഞമ്മ വരുമ്പം പിന്നെ എൻ്റെ അഖിൽ ചേട്ടൻ്റെ അമ്മ, അച്ഛൻ,
പിന്നെ പിന്നെ എനിക്ക് കയ്യിലുണ്ടാവുന്ന കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കഴിക്കുന്ന ഫുഡ്, ഞാൻ കഴിക്കുന്ന സ്ഥലം, ഞാൻ കാണുന്ന സ്ഥലങ്ങളൊക്കെ അവരും കാണണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ യാത്രയിൽ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് പിറ്റേന്നാണോ അതിൻ്റെ പിറ്റേന്നാണോ അഖിൽച്ചേട്ടൻ്റെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ അടുത്ത വട്ടം വരുമ്പോൾ അമ്മയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. കാര്യം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എൻ്റെ അമ്മയെ കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ അമ്മ ചത്താലും വരത്തില്ല എന്നുള്ളൊരു നിർബന്ധം അത് വേറെയാണ്. അമ്മയ്ക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ല. അമ്മ ചോദിക്കുന്നത് വെറുതെ എന്തിനാ പൈസ കളയുന്നേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല ഗൈസ്, നമ്മൾ പൈസയൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാലും ഇപ്പം നമ്മൾ പൈസ എത്ര കൂട്ടി വെച്ചാലും നമ്മൾ നാളെ എങ്ങ് ചത്തുപോയി എന്തോ ചെയ്യും? നമുക്ക് കാണേണ്ട സ്ഥലവും കഴിക്കേണ്ട ഫുഡും ഒക്കെ കഴിക്കുകയും നമ്മളൊരു എത്ര പറയാം 10% ഒരു 1% നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഈ ഇതിനകത്തൂടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സൂപ്പർ കൊള്ളാം കേട്ടോ. പക്ഷേ വഴി കാണിച്ചിട്ടെ ഗൈസ്, കണ്ടോ ഇങ്ങനെയാണ് പോകുന്നത്. ഓ ഗോഡ്, അതുകൊണ്ട് നോക്ക് ഗൈസ്, എൻ്റെ ദൈവമേ, ഇവിടെയൊക്കെ ഇരിക്കുന്ന സ്ഥലമുണ്ട്. ഒരുപാട് ലവേഴ്സിനൊക്കെ വന്നാൽ ഇരിക്കാം. നമ്മൾ കായലിൻ്റെ നടുക്കൂടാണ് നടക്കുന്നത്. 2 സൈഡും കായലാണ്. ഇപ്പം കാണിച്ചു തരാം. അടിപൊളി സ്പോട്ടെന്ന് വെച്ചാൽ അടിപൊളി സ്പോട്ട്. കണ്ട നോക്ക് ഗൈസ്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്ന് നോക്ക്. സത്യം പറഞ്ഞാൽ ഈ സ്ഥലം ഇന്ന് ഞാൻ കാണാൻ കാര്യം നന്ദുവണ്ണനാണ് കേട്ടോ ഗൈസ്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അണ്ണൻ എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നേ. വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഈ സ്ഥലം ഞാൻ മിസ് ചെയ്ത് പോകത്തില്ലായിരുന്നോ? ഷമീറൊക്കെ എൻ്റെ പുറകെ. മൈ ഗോഡ്, നോക്കൂ ഗൈസ്, എത്ര ബ്യൂട്ടിഫുൾ. എൻ്റെ അമ്മയൊക്കെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 10%-ൽ 10% പിശുക്കി വെക്കുന്ന ആളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ. അത് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ കഴിക്കേണ്ട ഫുഡൊക്കെ കഴിച്ച്, എന്ന് വെച്ചാൽ ഒരുപാട് ഫുഡ് കഴിക്കണം എന്നല്ല ഗൈസ് ഞാൻ പറയുന്നത്. നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മനസ്സും ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാണ് ഗൈസ്. ബട്ട് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ വല്ല പാമ്പോ ചേരയോ പഴുതാരയോ വാ പഴുതാരയോ ഒക്കെ ഉണ്ടോയെന്നറിയത്തില്ല. ഇവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. ബട്ട് സൂപ്പർ സ്ഥലം ഗൈസ്, അടിപൊളി. വാക്കുകളില്ല പറയാൻ. അതാ സൂപ്പർ ഗൈസ്. ഇതെല്ലാം നമ്മുടെ ഒരു ചിന്താഗതിയൊക്കെ മാറും. ഇത് മാത്രം കണ്ടതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, കുറേ കാര്യങ്ങൾ കാണാൻ പോയിട്ടും ഒക്കെയാണ് പറയുന്നത്. ഇതേ ഡയലോഗ് എന്നോട് ഫസ്റ്റ് ടൈം പറഞ്ഞത് എൻ്റെ അഗ്ഗിയാണ് കേട്ടോ, എൻ്റെ അഖിൽ ചേട്ടനാണ്. അന്നേരം ഞാൻ വിചാരിച്ചു ഈ അഖിൽ ചേട്ടന് വേറെ പണിയില്ലെന്ന്. പക്ഷേ അങ്ങനെയല്ല ഗൈസ്, നമ്മൾ പോയി നോക്കണം. എൻ്റെ അഖിൽ ചേട്ടനാണെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം, കാണണം. അതൊക്കെയാണ് എൻ്റെ അഖിൽ ചേട്ടനെ സംബന്ധിച്ചിട്ട് വലിയ ഇഷ്ടം. ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. കാര്യം എന്ന് വിചാരിച്ചാൽ നമ്മളിങ്ങനെ വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും നല്ല ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേന് നമ്മുടെ ചിന്താഗതി, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം രസമുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആലോചിക്കുവാണേ ചേച്ചി, കേട്ടോ ചേച്ചി, ഞാൻ ആലോചിക്കുവാണേ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായെന്നെ. ഇവിടം വരെ ഉള്ളെന്ന് തോന്നുന്നു. അല്ല ഇതിലേ തന്നെ പോവാം. ഇതിലേ പോയാലേ സമാധാനം വരുമെന്ന് തോന്നുന്നു ഗൈസ് നന്ദുവണ്ണന്. ഇപ്പൊ പോന്ന് നോക്ക്, ഈ അഴുക്കി പിടിച്ച് നടക്കേണ്ട വല്ലതാ. ചേച്ചി ഇതാവേ എന്തുവാ ചെളിയിലേ ഇതിന്റെ ഇടയിൽ കൂടെ വന്ന് ഈ വഴി കാണണോ ഗൈസ്? ഇങ്ങനെ ആയിരിക്കുന്ന വഴി. അലാറം എന്നാ നമുക്ക് ഇതിലേ തന്നെ പോവാം. ചേച്ചി അവൻ ചേച്ചി പതുക്കെ വരുവോ? ക്യാമറ മാറ്റി നോക്കണം. കരിമീനോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ളോഗിനകത്ത് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഇപ്പം ഞാൻ ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കി. അപ്പോഴാണ് എൻ്റെ കിളി പറഞ്ഞത്. പക്ഷെ ഞാനതൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. കാര്യം
കാര്യമാണ് ഞാൻ പറയുന്നത് എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. ചിലപ്പോൾ നാളെ അത് മാറാം, പക്ഷേ ഇന്നത് മാറിയിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയിട്ട് ദാണ്ട് ഈ സൈഡിൽ കൂടെ പോയപ്പോഴാണെങ്കിൽ ഷെമീറൊക്കെ പറഞ്ഞു ദാണ്ട് ഇവിടെ കരിമീൻ എന്ന്. അങ്ങനെ നമ്മൾ കരിമീനിനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ ഒരു കരിമീൻ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു കരിമീൻ. വേണ്ടോന്ന് സോറി ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ തെറ്റിയും പോകാറുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം കൊണ്ട് ഫുൾ കിളി പോയിരിക്കുമെന്ന് തോന്നുന്നു ഗൈസ്. കാര്യം ഇപ്പോൾ എനിക്ക് റെസ്റ്റ് ഇല്ല ഗൈസ്. കാര്യം എന്നും ഓരോ വിഷയമായിട്ട് ഞാൻ എന്നും ഇപ്പം ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പം ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ വലിയൊരു കാര്യം. നേരത്തെയൊക്കെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, ചായ ഇടുക, ഉച്ചേട്ടൻ പോകുമ്പോൾ കിടന്നുറങ്ങുക, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക, എന്നിട്ട് വല്ല സീരീസും കാണുക, പിന്നെ ഉറങ്ങുക, പിന്നെ വൈകിട്ട് എഴുന്നേൽക്കുക, ഒരു 6:30 എഴുന്നേൽക്കുക, എന്നിട്ട് വല്ല ചായയും കുടിക്കുക, പിന്നെയും സീരീസ് കാണുക, അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ സമയം കിട്ടുവാണെങ്കിൽ വീഡിയോ അങ്ങനെയൊക്കെയാണ് ഗൈസ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴെന്ന് വിചാരിച്ചാൽ എനിക്ക് സമയം കിട്ടുന്നില്ല, എനിക്ക് ആക്ച്വലി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും കിട്ടുന്നില്ല. എത്ര വ്ളോഗുകൾ എൻ്റെ ഫോണിൽ കിടപ്പുണ്ടെന്ന് അറിയാമോ? ആൻഡ് ഗൈസ് ഒരു കാര്യം കൂടെ പറയട്ടെ, ദാണ്ട് ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലം, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അവരുടെ അടുത്ത് നമ്മൾ നേരത്തെ ഇൻഫോം ചെയ്താൽ അവരത് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. അത് അവരുടെ കോൺടാക്ട് നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലെന്ന് തോന്നുന്നു. ഇനി ഞങ്ങൾ പോകുമ്പോഴോ എന്തെങ്കിലും എനിക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാവുന്നതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിനകത്ത്, അഥവാ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ സ്ക്രീനിനകത്ത് കൊടുത്തേക്കാം കേട്ടോ. അതൊരു നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും പിന്നെ ഞങ്ങൾ നമ്മുടെ വഞ്ചി വരാൻ ലേറ്റായി, അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ കാലിങ്ങനെ വെള്ളത്തിൽ മുക്കാമെന്ന് വിചാരിച്ചു. കാര്യം അവിടെ നിറച്ച് മീനുകളാണ് ഇഷ്ടം പോലെ. അപ്പോൾ നന്ദുവണ്ണം അരുണണ്ണനോട് പറഞ്ഞു, ഈ ഇങ്ങനെ ഇരുന്നാൽ ഈ കാലിനകത്ത് മീൻ വന്ന് കൊത്തി തിന്നുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മഞ്ജു ചേച്ചി ഇരുന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഷെമീർക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഷെമീർക്കയുടെ കുറേ വീഡിയോ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ്. കാര്യം പാവപ്പെട്ടവരെ നാണം കെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഷെമീർക്കാണെങ്കിൽ ചെരുപ്പും മറ്റേ പാൻറ്റും എല്ലാം അവിടെ ഇരുന്ന് കഴുകുമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ചെരുപ്പൊക്കെ കഴുകുമായിരുന്നു, കാലൊക്കെ കഴുകുമായിരുന്നു. അതുകൊണ്ടാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കളഞ്ഞേക്കുന്നത് കേട്ടോ. എന്തായാലും 24 മണിക്കൂർ ഞാനിങ്ങനെ വീഡിയോയും പിടിച്ചിരിക്കത്തോളം എന്നാണ് ഈ ചേച്ചി ചോദിക്കുന്നത്. എല്ലാം ഇങ്ങനെ എടുക്കാതെ കുക്കു എന്നാണ് മഞ്ജു ചേച്ചി എന്നോട് പറയുന്നത് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ നടന്നങ്ങ് ഫ്രണ്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം നമ്മുടെ വഞ്ചി അവിടെ നിന്നങ്ങാണം വരുന്നെങ്കിലോ ഇല്ലെങ്കിൽ മുന്നിൽ വന്ന് കിടപ്പുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്കൊരു സ്ഫുടത കുറവുണ്ട് ഗൈസ്. ഇനി ഇതും തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് പിന്നെ നമ്മൾ റിസപ്ഷൻ്റെ അവിടെ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഷെമീറക്ക് പറ്റിയ ഒരാളായിരുന്നു. ഞാനിപ്പോൾ എന്താ ഇങ്ങനെ പറഞ്ഞെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഷെമീർക്കാണെങ്കിൽ 3 വലിയ മക്കളുണ്ട് ഗൈസ്. പക്ഷേ ഷെമീർക്ക് ഇപ്പോഴും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ പോലാണ്. അപ്പം നിങ്ങൾക്ക് എന്നോട് വേണമെങ്കിൽ ചോദിക്കാം, എന്താ മക്കളുള്ളവർക്ക് ഇങ്ങനെ ആഘോഷിച്ചൂടെ? ആഘോഷിക്കുന്നതിലല്ല ഗൈസ്, ഷെമീർക്കയുടെ വർത്താനം, ആ ക്യൂട്ട്നെസ്, എന്താ പറയുന്നത്. പണ്ടൊക്കെ നന്ദുവണ്ണൻ്റെ അവിടെ ഷെമീർക്ക് വരുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു ഭീകരനെ പോലെ ഉണ്ടല്ലോ. പക്ഷേ ഇങ്ങോട്ട് തുറന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇത് 2ാം ക്ലാസ്സിലെ കുട്ടിയാണെന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഫുൾ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചപ്പോൾ ഇതെല്ലാം ഓഡിയോ ഉള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. ദൈവമേ, ഞാൻ എന്നിട്ട് ഇറങ്ങുമോ ഞാൻ വിചാരിച്ച് ആദ്യം തറയിൽ കിടക്കുമെന്ന്. പക്ഷെ 2ാമത് കയറിയപ്പോൾ എനിക്കൊരു പേടിയില്ലായിരുന്നു, എനിക്കൊരു കൂസലേ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ വലിയൊരു ഫോട്ടോഗ്രാഫറാണ് ഈ അരുണണ്ണൻ. ഞാൻ ഈ നന്ദുവണ്ണൻ്റെ അടുത്ത് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിയും കൂടെ തുടങ്ങി. കാര്യം അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് തരും ഈ അരുണണ്ണന്. കാര്യം എൻ്റെ അടിപൊളിയായിട്ട് ഞാൻ നോക്കുന്ന എല്ലാ കിടിലം ഫോട്ടോസും എനിക്ക് എടുത്തിരുന്ന അരുണണ്ണനാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ വിളിച്ചാൽ മതി. പെയ്ഡ് പ്രൊമോഷൻ പോലെ പറഞ്ഞു കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ പെയ്ഡായിട്ട് വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് പോയിക്കോ. പിന്നെ ആണെങ്കിൽ ഇതോ അങ്ങൊരു പച്ച കാണുന്നില്ലേ, അപ്പോൾ ആ പച്ചപ്പിരുന്ന് വലിക്കുവാണ് ഈ അരുണണ്ണൻ ഇവിടെ ഇരുന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എടുത്തത് അറിഞ്ഞോ എന്തോ, ഇത് കാണുമ്പോൾ മിക്കവാറും കുക്കുവേന്ന് വിളിച്ചുകൊണ്ടൊരു വിളിയുണ്ട് ഗൈസ്. പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വഴിതെറ്റിപ്പോയി. ഞാൻ നന്ദുവണ്ണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ണാ നിങ്ങൾക്ക് വല്ല ഫോട്ടോഗ്രാഫിയോ ഒക്കെ തുടങ്ങും, കാര്യം അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കുന്ന ആളുണ്ട്,
കാറ് പഠിപ്പിക്കുന്ന ആളുണ്ട്. ഗൈസ് ഇവർക്കൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്, എഴുകും കേട്ടോ. ഞാൻ അവരുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട്, ലൈസൻസ് എടുക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കാം. കാര്യം പിന്നെ എൻ്റെ പേര് പറഞ്ഞാൽ ഒരു ഇച്ചിരി ഡിസ്കൗണ്ടൊക്കെ കിട്ടും എന്നാണ് അണ്ണൻ പറയുന്നത്. എന്തായാലും നിങ്ങളെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കൂ, അപ്പം നടക്കും. എന്തായാലും അത് പോട്ടെ. അങ്ങൊരു പെട്രോൾ പമ്പ് കാണുന്ന കണ്ടോ, അല്ലെങ്കിൽ അങ്ങൊരു ബോട്ട് കിടക്കുന്ന കണ്ടോ, ആ ബോട്ട് കടലിൽ പോയി മീൻ പിടിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്, അവിടെ വന്നാണ് ഈ ബോട്ടെല്ലാം ഡീസൽ അടിക്കുന്നത് എന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഇവരെല്ലാമല്ല, ഈ നന്ദോടനും ഷമീർക്കയും പറഞ്ഞിരുന്നത്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു സത്യമാണോ. ഇനിയിപ്പോൾ നന്ദോടൻ്റെ അടുത്ത പ്ലാൻ എന്തോന്ന് ഗൈസ് നിങ്ങളുടെ അടുത്തൊക്കെ പറയാം. ഇനിയിപ്പോൾ അണ്ണൻ ഒരു ദിവസം ഒരു ബോട്ട് വാടകയ്ക്ക് എടുക്കാൻ പോവാണ്, ഇത്രയും വലിയ ഈ വരുന്ന ഒരു ബോട്ട്. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കടലിൽ പോവുകയാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം അവർക്ക് കിട്ടുന്ന മീൻ എത്രയാണോ ആ പൈസ നമ്മൾ കൊടുത്താൽ മതി. അങ്ങനെ എങ്ങനെയാ ഗൈസ് എന്തോ ഒന്ന് പറഞ്ഞു, അതെനിക്ക് കറക്റ്റ് ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ അങ്ങനെ കൊടുത്താൽ മതി. അതുകൊണ്ട് ഇനി അടുത്ത വട്ടം നമ്മളിനി പോകുന്നത് കടലിലായിരിക്കും ഗായ്സ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇനി ആ വീഡിയോ പോയിട്ടേ ഞാൻ ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കി പറയുന്നുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ചില ആൾക്കാർ ഇവിടെ അസൂയ കൊണ്ട് കുശുമ്പ് കൊണ്ടും വളരെ ആയിട്ടിങ്ങനെ ബലൂൺ പൊട്ടിൽ ഇങ്ങനെ വീർത്തിരിക്കും. എന്തായാലും ഇനി നമ്മൾ നേരെ പോകുന്നത് മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ്, വാടിയിലോട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് പറ്റിയ ഒരു അഗ്ലി നിങ്ങൾക്ക് ഇപ്പം ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇടത്തോട്ട് പോകാൻ ഇരുന്നപ്പം അല്ല ഇവിടെ മീൻ തീർന്നു വേറെങ്ങോട്ടോ പോകാമെന്ന് വിചാരിച്ച് കാറ് വലത്തോട്ട് തിരിക്കുവാണ്. കണ്ടോണേ ഇപ്പം ഗായ്സ് നിങ്ങളെല്ലാവരും, ഇതാണ് അഗ്ലി എന്ന് പറഞ്ഞത്. ഞങ്ങൾ ആ ട്രാഫിക്കിലിട്ടിങ്ങനെ കറക്കുമായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ചിലപ്പോൾ അവിടെ അടച്ചു കാണൂ, അവിടെ രാവിലെയാണ്, വാടിയിലാണ് വൈകുന്നേരം എന്ന് പറഞ്ഞ്. എങ്കിൽ പിന്നെ എന്നാൽ വാടി പോകാമെന്ന് പറഞ്ഞ് ദാണ്ടെ കാറ് പിന്നെയും തിരിക്കുകയാണ് ഗായ്സ്. എന്തൊക്കെ വട്ടത്തരങ്ങളാണോ എന്തോ. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിനായി. ഈ സമയത്ത് എനിക്ക് തലവേദന കൊണ്ട് എൻ്റെ പൊന്നു പൊളയ്ക്കുമായിരുന്നു ഞാൻ. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വേദനയായിരുന്നു. പൊളച്ചൊന്നും ഇല്ല കേട്ടോ, അത് ഞാൻ ഇച്ചിരി ഒന്ന് ഇട്ട് കിട്ടി മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ടങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ ഗൈസ്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി മരുന്ന് കുടിച്ചതിന് ശേഷമാണ് ഓക്കെ ആയത്. ചേച്ചി അവിടെ നിന്ന് ലാറിയിൽ നിറച്ചായി കുപ്പി ഇപ്പൊ ഇവിടെ വരും. തലവേദന കാരണം വയ്യ, തല പൊട്ടിപ്പോന്നു ഗൈസ്. നല്ല ഗ്ലോ ഉണ്ടല്ലേ, അൽചേട്ടൻ്റെ സൺസ്ക്രീൻ ആയിട്ടുണ്ട് വന്ന്. നല്ല നല്ല ഒന്നൊന്ന് ആ ഇതെന്തോ ഫേമസ് സാധനമാണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായതാണ് കേട്ടോ. അത് കുടിക്കാൻ പോയതാണ്, പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. എന്താണെന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ പേരെന്തോ ആയിരുന്നു, അത് ഞാൻ മറന്നുപോയി, എന്നോട് ക്ഷമിക്കുക. അങ്ങനെ ഞങ്ങൾ നേരെ വാടിയിലോട്ട് പോവുകയാണ് മീൻ മേടിക്കാൻ പോയപ്പോൾ. അപ്പോൾ കണ്ടതാരെയാണെന്ന് നോക്കൂ, എൻ്റെ മാതാശ്രീയാണ്. അമ്മ ഇപ്പം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയുമോ, നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേ, വീട്ടിലിരുന്നാൽ പോരെ, ചുമ്മാ പൈസ കളയാൻ വേണ്ടിയിട്ട് നടക്കുക. എൻ്റെ മമ്മിയെ കണ്ട് ഗൈസ്, മമ്മി അതെ അമ്മയായതുകൊണ്ട് പറയല്ലേ ഗൈസ്, വീഡിയോ എടുക്കുന്നതും ഫോണിൽ കളിക്കുന്നതും അമ്മയ്ക്ക് കണ്ണിന് ദൃഷ്ടിക്ക് കണ്ടുകൂടാ. പ്രത്യേകിച്ച് ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പറായിരിക്കും ഗൈസ്. എൻ്റെ അമ്മയ്ക്ക് വാട്സാപ്പിനകത്തൊരു DP മാറ്റാൻ പോലും അറിയത്തില്ല അതെങ്ങനെയാണെന്ന്. അമ്മയുടെ ഫോണിൽ DP മാറ്റുന്നതും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നതും എല്ലാ പരിപാടിയും ചെയ്യുന്നത് ഞാനാണ്. സത്യം പറഞ്ഞാൽ അമ്മ വാട്സാപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അമ്മയുടെ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് അമ്മ വാട്സാപ്പ് ഉപയോഗിക്കുന്നത്, ഡ്യൂട്ടി അറിയാൻ വേണ്ടിയിട്ടും അങ്ങനെയല്ല. അല്ലാതെ അമ്മ ആ സാധനം തുറത്തതേ ഇല്ല. ഫേസ്ബുക്കൊക്കെ എന്തിനോ വേണ്ടി അതിനകത്ത് ഇട്ടേക്കുന്നു എന്ന് പറയുന്നതാണ് നല്ലത്. പിന്നെ ഞങ്ങൾ വാടി പോയി. ഇനിയിപ്പോൾ ഇത് വിഷയം മാറിപ്പോകും കേട്ടോ. വാടി പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ മീൻ കിട്ടി. ഇതാണ്ട് ഈ ഒരു മീനുണ്ടല്ലോ ഗൈസ്, 18 കിലോയാണ്. 1 കിലോയ്ക്ക് 1200. ഞാൻ പറഞ്ഞാൽ 1200 രൂപയല്ലേ ഉള്ളൂ, അത് നമുക്കങ്ങ് മേടിക്കാം. പക്ഷേ 1 കിലോയ്ക്കായിരുന്നു ഗൈസ്. പിന്നെ ദാണ്ട് ഈ ഒരു മീൻ വന്നു, ഫുൾ അന്ന് കണവയാണ് ഗൈസ് വന്നത്. എനിക്കതൊരു അബദ്ധവും പറ്റിപ്പോയി. എൻ്റെ അഖിൽചേട്ടന് കണവ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞു കണവ മേടിക്കാമെന്ന്. പക്ഷേ കിലോ 550 ഏകദേശം ആ കണവ 3-3.5 കിലോയോ അങ്ങോട്ട് ഉണ്ടായിരുന്നു ഗൈസ്. അതെനിക്കറിയാതെ ഞാൻ അവിടെ പോയി വേണം എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. വലിയ കണവയായിരുന്നു. പക്ഷേ ഇവിടെ വരുന്ന പകുതി മീനും എന്താ പറയുന്നത് ലോറിക്കകത്ത് കയറ്റി കൊണ്ടുപോവുകയാണ് ഗൈസ് ചെയ്യുന്നത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, മലയാളികൾ ഇത് തിന്നുന്നില്ല, പുറത്തുള്ളവർ തിന്നുവാണ്. ഇപ്പം നമ്മൾ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള
ആയിട്ടുള്ള അഭിശ്രീ എന്ന് പറയുന്ന യൂട്യൂബേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരെ അങ്ങ് പോയതാണ്. ബീച്ചിൽ കയറാതെ പോകാമെന്ന് വിചാരിച്ച്. ഞാൻ പറഞ്ഞു ഇതോ പോകുന്നു കണ്ടാന്ന് പറഞ്ഞു. അന്നേരം അണ്ണൻ പറഞ്ഞു എന്നാ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു അണ്ണ ഇവിടെ ആ ചേച്ചിക്ക് നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ്, കടയുടെ മുന്നിൽ കാണും ഉറപ്പെന്ന് പറഞ്ഞാണ് പോയത്. ചേച്ചിയെ കണ്ടു guys. അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ പോയത് നമ്മൾ തിരിച്ചു വന്നു. നമ്മളെ കണ്ടോണ്ട് തിരിച്ചു വന്ന കേട്ടോ. എന്റെ പേര് വൈഷ്ണവി. എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ആ ചേച്ചിയെ കണ്ടിട്ട് പോലും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര 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 സന്തോഷമായി guys. അയ്യോ പറയാൻ വയ്യ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയാൻ ആൾക്കാർ നമുക്ക് അവരെ കാണാൻ, അവരെപ്പോഴും കൊല്ലത്ത് ബീച്ചിൽ വരും, നമുക്കും പോകാമായിരുന്നു, അവർ പോകുന്ന സമയം അറിഞ്ഞായിരുന്നെങ്കിൽ. ഇപ്പം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ നമ്മൾ പാലൊക്കെ കഴിഞ്ഞിട്ട് പോയതാണ് കഴിച്ച്. ഞാൻ പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ ചേട്ടനും ചേച്ചിയും നമുക്ക് പോകാൻ തിരിച്ചു പോകാം. അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി കണ്ട് ഫോട്ടോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു അല്ലേ എന്നാ? ഭയങ്കര സന്തോഷം. കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കാൻ കയറി. അവിടെ ചെന്നപ്പോഴത്തേനാണെങ്കിൽ ഒരാളുടെ പോലും ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല. എന്തോ ഭാഗ്യത്തിന് പൈസ കയ്യിൽ കൊണ്ടു കൊടുക്കാത്ത നന്ദുവണ്ണൻ്റെ കയ്യിൽ അന്ന് പൈസ ഉണ്ടായിരുന്നു. കാര്യം ചായ കുടിക്കുന്നത് എൻ്റെ ചിലവായതുകൊണ്ട് തന്നെ ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ നേരത്ത് നടന്നില്ല. പിന്നെ എല്ലാവരും ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. പിന്നെ നന്ദുവണ്ണൻ തന്നെ പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നാണെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ എന്തോ പോയി വണ്ടി സ്റ്റാർട്ട് ആവുന്ന വണ്ടി ഒരുപാട് ഹീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിനകത്ത് നമ്മൾ 1.5 ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു, ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമോ, ഇനി എന്താവും എങ്ങനാവും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അണ്ണൻ എൻ്റെ അടുത്ത് പറയും ദൈവമേ നാറ്റിക്കരുത് കുക്കു എന്ന് പറയാണ്. എന്നാലും ഞാൻ അതെടുത്തില്ലെങ്കിലേ നമ്മുടെ ഒരു ഫുൾ വീഡിയോ കാണുമ്പോൾ നമ്മൾ അതിനകത്ത് സന്തോഷം അനുഭവിച്ചു, വിഷമവും അനുഭവിച്ചു. എന്താ വിഷമം ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ഒരു ടെൻഷൻ ചെറുതായിട്ട് അനുഭവിച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഇരിക്കുന്ന ചെറുക്കമുണ്ടല്ലോ, ഈ ചെറുക്കം എന്നെ ഭയങ്കര ഉപദ്രവമാണ് കഴിച്ച്, നിങ്ങൾ നോക്കി വെച്ചോ. പിന്നാണെങ്കിൽ നമ്മൾ പോകുന്ന വഴി നിറച്ച് ബ്ലോക്കായിരുന്നു, ബ്ലോക്ക്. ഞങ്ങൾ പിന്നെ വണ്ടി ഓഫ് ആവരുതെന്ന് പ്രാർത്ഥിച്ചു. കാര്യം വണ്ടി ഓഫായി കഴിഞ്ഞാൽ ഓൺ ആവാൻ ഭയങ്കര പാടായിരുന്നു. കാര്യം അതിനകത്ത് റേഡിയേറ്ററിനകത്ത് വെള്ളമില്ലല്ലോ. വണ്ടി പിന്നെ പിറ്റേന്ന് തന്നെ പണിയാൻ കയറ്റി ശരിയാക്കി കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരുപാട് തമിഴ്നാട് യാത്രയൊക്കെ പോയി, അതിൻ്റെ വ്ലോഗ് പുറമേ വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാം.